ശ്രീമദ് ഭാഗവതം ക്ലാസ് 183. നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 9 അഞ്ചാമത്തെ അധ്യായമാണ് ദുർവാസസിൻ്റെ സങ്കട നിവൃത്തി. അപ്പോൾ അദ്ദേഹം ആരെ സമീപിച്ചു? വിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം അംബരീഷിനെ സമീപിച്ചു. അപ്പോൾ ഇനി തുടർന്ന് നമുക്ക് നോക്കാം. ഒന്നിൽ ശുഗൻ പറയുകയാണ്, വിഷ്ണു ചക്രത്താൽ തപിക്കപ്പെട്ട ദുഃഖിച്ച ദുർവാസസ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അംബരീഷൻ്റെ അടുക്കൽ തിരിച്ചെത്തി. അംബരീഷിൻ്റെ അടുത്ത് തന്നെ എത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാല് രണ്ടും പിടിച്ചു. ഇപ്പം 2 പറയുകയാണ്, മുനിയുടെ ആ അവസ്ഥ കണ്ട്. എന്താണ് അവസ്ഥ? ഇത്രയും വലിയ മുനി തൻ്റെ കാല് വന്ന് പിടിക്കുകയാണ്. അങ്ങനെ പാദം പിടിച്ചപ്പോൾ അദ്ദേഹത്തിന് ലജ്ജയും തോന്നി. ഇത്രയും വലിയ ആൾ കാല് പിടിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വല്ലാത്ത അസ്വസ്ഥ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. അപ്പം മുനിയുടെ അമ്പരപ്പും അദ്ദേഹം കാല് പിടിച്ചപ്പോഴുള്ള ആ ലജ്ജയെല്ലാം കൂടി ചേർന്നപ്പോൾ അംബരീഷൻ കാരുണ്യത്താൽ പീഡിതനായിട്ട് സുദർശന ചക്രത്തോട് സ്തുതിച്ചുകൊണ്ടിങ്ങനെ പറഞ്ഞു. കാരണം അംബരീഷൻ പറഞ്ഞിട്ടൊന്നുമല്ല സുദർശന ചക്രം ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടിയത്. കാരണം കാലത്തിനനുസരിച്ച് ഇതിന് നൽകുന്ന സന്ദേശം ഇതാണ്: കാലമാണ് നമ്മളെ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഇതിലേക്കാണ്. അതിനൊരു നല്ല ലക്ഷ്യമുണ്ട്. ഒരു സുന്ദരമായ ലോകം സൃഷ്ടിച്ച ആ ശക്തിവിശേഷത്തിൽ നിന്ന് ഉടലെടുത്ത എല്ലാ ജീവജാലങ്ങളും ഒരേ മനസ്സോടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ എല്ലാ ജ്ഞാനവും തികഞ്ഞ് എല്ലാ പുരോഗതിയും അനുഭവിച്ചുകൊണ്ട് ഉണ്ടായ സുന്ദരമായ ഒരു ലോകം. അതാണ് വസുദേവ കുടുംബം. അതിലേക്ക് ഘട്ടം ഘട്ടമായിട്ടാണ് കടക്കുന്നത്. 4 ഘട്ടങ്ങൾ: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കാലമാണ് അതിനെ നയിച്ചു കൊണ്ടുപോകുന്നത്. കാലം എന്നത് പ്രപഞ്ചഘടനയായിട്ട് സൗരയൂഥ സിസ്റ്റമായിട്ട് എല്ലാം ബന്ധപ്പെട്ടതാണ്. അത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനവും അത് തന്നെയാണ്. അപ്പം കാലത്തോട് ചേർന്ന് നിൽക്കുന്നവർ അങ്ങനെ. ഇപ്പം നമ്മളെല്ലാം സൃഷ്ടിക്കുന്നത് ആ ഒരു ലക്ഷ്യത്തിലെത്താനാണ്. ആ സത്യം മനസ്സിലാക്കി ആ ശ്രീഹരിക്കായിക്കൊണ്ട് ആ കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് ആര് നീങ്ങുന്നുവോ അവർ കാലത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. ആ സുദർശന ചക്രത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. കാലം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ജയം തന്നെയായിരിക്കും. തോൽവി ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ആരെങ്കിലും അവർക്കെതിരായി നിന്നു കഴിഞ്ഞാൽ കാലചക്രം തന്നെ അവരെ എടുത്ത് ദൂരക്കളയും. കാരണം കാലം മുന്നോട്ടേക്കാണ് പോവുക. അതിൻ്റെ കൂടെ പോകുന്നവരും മുന്നോട്ടേക്ക് പോകും. ആരെല്ലാം അതിനെ എതിർക്കുന്നോ അതിനെ കാലചക്രം എടുത്ത് ദൂരക്കളയും എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ എന്നിട്ട് 3 എന്താണ് പറയുന്നത്? കാലചക്രത്തെ പറ്റി വിവരിക്കുകയാണ്. ആ കാലചക്രത്തിൻ്റെ പറ്റിയുള്ളൊരു വിവരണമാണ് യഥാർത്ഥത്തിൽ ഈ 5-ാമത്തെ അധ്യായത്തിൽ ഉള്ളത്. സാക്ഷാൽ ഭഗവാൻ തന്നെയായ നിന്തിരുവടി. അപ്പോൾ കാലചക്രത്തെ സ്മരിച്ചുകൊണ്ട് പറയുന്ന എന്താണ്? നീ സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ഭഗവാനാണ് ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കേണ്ടത്. അത് കാലത്തിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്, കാലചക്രത്തിലൂടെയാണ് ആക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കാലചക്രം തന്നെയാണ് ഭഗവാൻ. കാലം തന്നെയാണ് ഭഗവാൻ. അത് അഗ്നിയും ആദിത്യനുമാണ്
എന്തുകൊണ്ടാണ് അഗ്നി എന്ന് പറയുന്നത്? ഊർജത്തിലൂടെയാണ് ലോകം മുന്നോട്ടേക്ക് പോകുന്നത്. എന്ത് പുരോഗതിയാണെങ്കിലും ഊർജത്തിലൂടെയാണ് നടക്കുന്നത്. പുതിയൊരു സാധനം കണ്ടുപിടിക്കണമെങ്കിൽ ഊർജം വേണം. അപ്പോൾ അത് അഗ്നിയാണ്. പിന്നെന്താണ്? ആദിത്യനുമാണ്. സൗരയൂഥ സിസ്റ്റത്തിൻ്റെ കേന്ദ്രമായിട്ട് നമ്മളെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ കേന്ദ്രമാരാണ്? സൂര്യനാണ്. അപ്പോൾ ഇതിൻ്റെ സൂര്യൻ കേന്ദ്രമായിട്ടുള്ള സൗരയൂഥ സിസ്റ്റമാണ് നമ്മളെ നയിക്കുന്നത്. അതിൻ്റെ കേന്ദ്രം സൂര്യനാണ്. അതുകൊണ്ട് തന്നെ ഈ സുദർശന ചക്രം ഭഗവാനാണെങ്കിൽ സൂര്യനാണ് ആ സുദർശന ചക്രത്തിൻ്റെ കേന്ദ്രം. അപ്പം സൂര്യനും അതുതന്നെ. അപ്പം അഗ്നിയും ആദിത്യനും എല്ലാം ആ സുദർശന ചക്രമാണ്. അപ്പോൾ സുദർശന ചക്രം എന്താണ്? സൗരയൂഥ സിസ്റ്റമാണ്. ബാക്കിയുള്ള എല്ലാ മരുത്തുക്കളും കൂടി ആ പ്രപഞ്ച ഘടനയാണ്. 7 ലോകങ്ങളാണ്. സൗരയൂഥ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളാണ് സൂര്യനും ചന്ദ്രനും. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നു? നക്ഷത്രങ്ങളുടെ നാഥനായ ചന്ദ്രനും നിന്തിരുവടിയാണ്. അപ്പോൾ സൗരയൂഥ സിസ്റ്റം സുദർശന ചക്രം എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. ചന്ദ്രനും അതാണ്. ജലവും ഭൂമിയും ആകാശവും നീ തന്നെയാണ്, നിന്തിരുവടി തന്നെയാണ്. അപ്പോൾ അതിലൂടെ ആ സുദർശന ചക്രത്തിൻ്റെ സൗരയൂഥ സിസ്റ്റത്തിൻ്റെ പ്രപഞ്ചഘടനത്തിൻ്റെ ഘടനയുടെ ഭാഗമാണ് ജലവും ഭൂമിയും ആകാശവും എല്ലാം. പഞ്ചഭൂതങ്ങളെല്ലാം കൊണ്ടാണ് ഈ പ്രപഞ്ചം നിർമ്മിച്ചിരിക്കുന്നത്. ആ പ്രപഞ്ചഘടനയാണ് സുദർശന ചക്രമായിട്ട് പറയുന്നത്. പിന്നെയോ ഭൂതതന്മാത്രകളും ഇന്ദ്രിയങ്ങളും എല്ലാം നീയാണ്. ഭൂതതന്മാത്രകളെ കൊണ്ടാണ് നമ്മുടെ ശരീരമെല്ലാം ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിലുള്ള ഇന്ദ്രിയങ്ങളെല്ലാം ആക്ട് ചെയ്യുന്നത് ആ സൗരയൂഥ സിസ്റ്റത്തിലൂടെയാണ്. സൂര്യനും ഗ്രഹങ്ങളും മറ്റുള്ള പ്രപഞ്ചത്തിലുള്ള മറ്റുള്ളതെല്ലാം കൂടിയാണ് നമ്മളെ കർമ്മങ്ങളെ നമ്മളെ നാഡികളിലൂടെ ആക്ട് ചെയ്യുന്നത്. അതിനെയാണ് സുദർശന ചക്രമായിട്ടും രാശിചക്രമായിട്ടെല്ലാം നാം കാണേണ്ടത്. അതാണ് നമ്മളെ നയിക്കുന്നത്, അത് നമ്മളെ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നത്. അപ്പം ആ സുദർശന ചക്രം ഏതാണെന്ന് മനസ്സിലായല്ലോ. ഇതെല്ലാം വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ്. സുദർശന ചക്രം എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ മറ്റേ വിഷ്ണുവിൻ്റെ എല്ലാം കൈമൽ ഇങ്ങനെ ഒന്ന് കാണുമ്പോൾ വിചാരിക്കുക അതെന്തോ ഒരു ചക്രം മാതിരിയാണ്. നമ്മളെ ഇതുണ്ടല്ലോ നിലച്ചക്രം, അതുമാതിരി എന്തോ ഒരു ചക്രമാണെന്നാണ് ഇത്. അതൊന്നും അല്ല. സൂര്യനും സൗരയൂഥ സിസ്റ്റവും ബാക്കിയുള്ള പ്രപഞ്ചഘടനയും എല്ലാം കൂടിയിട്ടുള്ള അതിനെയാണ് ജ്യോതിഷത്തിലെ രാശിചക്രമായിട്ട് കാണുന്നത്. രാശിചക്രത്തിലെ പ്രപഞ്ചഘടന മുഴുവനുണ്ട്, ഒരു പ്രത്യേക തരത്തിൽ രേഖപ്പെടുത്തിയതാണ്. അത് തന്നെയാണ് കാലചക്രം. ആ കാലചക്രം തന്നെയാണ് എല്ലാവരെയും ജനിപ്പിക്കുന്നതും കർമ്മം ചെയ്യിപ്പിക്കുന്നതും ആവശ്യം കഴിയുമ്പോൾ തട്ടുന്നു. 5 നിൻതെരുവടി ധർമ്മസ്വരൂപമാണ്. അപ്പം ധർമ്മം എന്ന് പറയുന്നത് കാലം എങ്ങോട്ടേക്കാണോ മുന്നോട്ടേക്ക് പോകുന്നത് അതാണ് ധർമ്മം. അപ്പം ധർമ്മം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലം എവിടത്തേക്കാണോ ലോകത്തെ കൊണ്ടുപോകുന്നത് അതിനനുസരിച്ച് കർമ്മം ചെയ്യുന്നതാണ് ധർമ്മം. അതാണ് ശരിയായ നിർവചനം. കാലം എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? കാലം പോകുന്നത് വിഷ്ണു ആദ്യം തീരുമാനിച്ച അല്ലെങ്കിൽ ആ ശ്രീഹരി തീരുമാനിച്ച ഒരു പ്ലാൻ അനുസരിച്ചാണ്. ആ പ്ലാൻ അനുസരിച്ചാണ് കാലം മുന്നോട്ടേക്ക് പോകുന്നത്. അതിനനുസരിച്ച് ആര് നീങ്ങുന്നോ അതായിരിക്കും ധർമ്മം. അത് പിന്നെ വേറെ വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. നേരും നെറിയും നീ തന്നെയാണ്. അപ്പം നേരേതാണ് നെറിയേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലം എങ്ങോട്ടേക്കാണോ പോകുന്നത് അതാണ് ആ കാലഘട്ടത്തിലെ നെറിയും നേരും. നമുക്കറിയാം ഗോത്ര കാലഘട്ടത്തിൽ അടിമ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. അത് സത്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ അത് ശരിയാണ്.
കാലം അത് ശരിയായിട്ടാണ് വെച്ചിരുന്നത്. പക്ഷേ ഒരു കാലം കഴിഞ്ഞപ്പോൾ അതിനെ എല്ലാം അടിച്ചു കളഞ്ഞു. പിന്നെ വിദേശികൾ വന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലം തന്നെയാണ് വിദേശികളെ ഇവിടത്തേക്ക് കൊണ്ടുവന്നത്. എന്തിന്? വിദ്യാഭ്യാസവും എല്ലാം കൊണ്ട് പുരോഗതി ഉണ്ടാക്കാനും ലോകങ്ങളെ ഏകോപിപ്പിക്കാനും വേണ്ടിയിട്ട്. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അത് ശരിയാണ്. അതാണ് നേരുന്നറിയുക അക്കാലത്ത്. അത് കഴിഞ്ഞിട്ട് അതിനെ അടിച്ചു കളഞ്ഞപ്പോൾ പിന്നെ അതെല്ലാം പഴഞ്ചനായി കളഞ്ഞു. പിന്നെ ഇവിടെ ആഗോളവൽക്കരണം, ഉദാഹരണവൽക്കരണം എല്ലാം കൊണ്ടുവന്നത് കാലം തന്നെയാണ്. എന്താണ് ലക്ഷ്യം? ലോകം ഒന്നാക്കി തീർക്കുക. ലോകം ഒന്നാക്കി തീർക്കുമ്പോൾ പിന്നെ ചൂഷണം ഉണ്ടാകും. പിന്നെ ആ ചൂഷണത്തെ അടിച്ചു കളയണം. അതാണ് മൂന്നാം ലോകമഹായുദ്ധം, മഹാഭാരത യുദ്ധം. അതോടുകൂടി അത് വിഭാവനം ചെയ്യുന്ന ഒരു സുന്ദരമായ ലോകമുണ്ടാകും. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നേരും നെറിയെല്ലാം ശരി തെറ്റുകളെല്ലാം മാറിക്കൊണ്ടുവരും. പക്ഷെ ഏതാണ് ധർമ്മം എന്ന് ചോദിച്ചാൽ കാലം ഓരോ കാലഘട്ടത്തിലും എങ്ങനെയാണോ നീങ്ങുന്നത് അതിനനുസരിച്ച് പോവുക. അതാണ് ധർമ്മം. കാലത്തിനൊരു വഴിയുണ്ട്. അത് നമ്മൾ ശരി തെറ്റ് തീരുമാനിക്കുന്ന തരത്തിലുള്ള ധർമ്മമല്ല. യജ്ഞവും യജ്ഞഭോക്താവും നീ തന്നെയാണ്. എല്ലാ യജ്ഞങ്ങളും അതുതന്നെയാണ്. എന്തിനുള്ള യജ്ഞമാണ്? ലോകത്തെ പുരോഗമിപ്പിച്ച് അത് വിഭാവനം ചെയ്യുന്ന ഒരു ലോകം ഉണ്ടാക്കുക. അതിൻ്റെ ഭോക്താവും അതിൻ്റെ അധികാരി എല്ലാം ആര് തന്നെയാണ്? ആ കാലം തന്നെയാണ്. ലോകപാലകനായ സമസ്ത ചരാചരങ്ങളുടെയും സ്വരൂപമായി അത് വർത്തിക്കുന്നു. ഈ ലോകത്തിലെ സമസ്ത ചരാചരങ്ങളും അതിൻ്റെ ഉൽപ്പന്നമാണ്. കാലമാണ് ഓരോ ജീവജാലങ്ങളായിട്ട് രൂപാന്തരം പ്രാപിച്ചിട്ട് കർമ്മം ചെയ്തിട്ട് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അതിനുവേണ്ടി ഓരോ ചരാചരങ്ങളെ ആ നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്നും കാലം പലതരത്തിൽ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സകല ചരാചരങ്ങളും അതിൻ്റെ സ്വരൂപമായി കാണും. പരമപുരുഷന്റെ പരമമായ പ്രഭാവവും ഭവാനാണ്. പരമമായ പുരുഷൻ, അതാണ് ആ ബ്രഹ്മം. ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ആ പരമപുരുഷൻ, ആ ബ്രഹ്മം. ആ ബ്രഹ്മത്തിൻ്റെ പ്രഭാവമാണ് ഭവാൻ. ഏത്? ഈ സുദർശന ചക്രം. ബ്രഹ്മം തന്നെയാണ് ഈ പ്രപഞ്ചമായി മാറുന്നത്. ആ പ്രപഞ്ചത്തിൻ്റെ ഘടനയാണ് സുദർശന ചക്രം. ആ ചക്രത്തിൻ്റെ കർക്കമനുസരിച്ചാണ് ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പം സുദർശന ചക്രം എന്നതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ഇവിടെ നടത്തുന്നത്. അത് കാലചക്രമാണ്. കാലത്തെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല. കൃഷ്ണനോ വിഷ്ണുവിനോ ആർക്കും തന്നെ. അല്ലെങ്കിൽ എല്ലാം കാലത്തിനനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം എല്ലാം കാലത്തിനനുസരിച്ചാണ് നീങ്ങുന്നത്. ആകയാൽ സമസ്ത ധർമ്മങ്ങളുടെയും അധിപതിയും അധർമ്മികളായ അസുരന്മാരുടെ ധൂമകേതുവും സമസ്ത ധർമ്മങ്ങളുടെയും അധിപതി. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ധർമ്മങ്ങളുടെയും അധിപതി അതാണ്. അത് തീരുമാനിച്ചനുസരിച്ചാണ് ധർമ്മം മുന്നോട്ടേക്ക് പോകുന്നത്. അധർമ്മികളായ അസുരന്മാർക്ക് ഈ കാലചക്രം എന്താണ്? ധൂമകേതുവാണ്. അധർമ്മികളായ അസുരന്മാർക്ക് അത് ധൂമകേതുവായിട്ട് ആക്ട് ചെയ്യും. ലോകത്രയത്തിൻ്റെ രക്ഷിതാവ്. ലോകമെല്ലാം മൂന്നായിട്ട് തിരിഞ്ഞിട്ട് സത്വരജോ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ കർമ്മങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ രക്ഷിതാവും അങ്ങാര് അത്യുജ്ജ തേജസ്സിലൂടെ, അതിൻ്റെ തേജസ് എന്ന് പറയുന്നത് ഈ സുദർശന ചക്രം, കാലചക്രത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത് മനോവേഗമാണ്. അതിൻ്റെ തേജസ് പ്രവഹിക്കുന്നത് മനസ്സിൻ്റെ വേഗത്തിലാണ്. കാരണം സൗരയൂഥ സിസ്റ്റത്തിലെ ഗ്രഹങ്ങൾ ചുറ്റുന്നതനുസരിച്ചാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സുകളെ വളരെ വേഗത്തിൽ എല്ലായിടത്തും എത്തിയിട്ട് എല്ലാവരെയും നിയന്ത്രിക്കുകയാണ്.
ആശ്ചര്യ കർമ്മങ്ങളോട് കൂടിയതാണ് ഈ സുദർശന ചക്രം. ഈ ലോകത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം ഈ ചക്രത്തെ ആശ്രയിച്ചാണ്. ആ സുദർശന ചക്രത്തിൻ്റെ കറക്കമനുസരിച്ചാണ്, കാലചക്രത്തിൻ്റെ കറക്കമനുസരിച്ചാണ്, അല്ലെങ്കിൽ സൗരയൂഥ സിസ്റ്റമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ കറക്കമനുസരിച്ചാണ് ഭൂമിയിൽ പ്രളയമുണ്ടാകുന്നുണ്ട്, എന്തെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ അനുകൂലമായ സീസൺസ് ഉണ്ടാകുന്നു, ഋതുക്കൾ ഉണ്ടാകുന്നു, ചെടികൾ മുളച്ചു വരുന്നു. ഇതെല്ലാം കാലമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത്യുജ്വലമായ അതെന്താണ്? അത്യുജ്വലമായ തേജസ്സോടു കൂടിയാണ്, ആശ്ചര്യകരമായ കർമ്മങ്ങളോട് കൂടിയാണ് നിന്തിരുവടി. ആ നിന്തിരുവടിക്ക് നമസ്കാരം. ഇതാരെ പ്രകീർത്തിക്കുന്നതാണ്? നമ്മളെ അംബരീഷൻ. ഇനി 7, അങ്ങയുടെ തേജസ്സിനാൽ മഹാത്മാക്കളുടെ ജ്ഞാനം നശിച്ച് അദ്ദേഹത്തിൻ്റെ തേജസ് കൊണ്ടാണ് മഹാന്മാരായ മനുഷ്യരുടെ എല്ലാം എന്തു പറ്റുന്നു? അജ്ഞാനം നശിക്കുന്നത്. അപ്പം നമുക്ക് അജ്ഞാനം നശിച്ച് ബുദ്ധി ഉണ്ടാക്കി തരുന്നത് ആ സൗരയൂഥ സിസ്റ്റമാണ്. എന്നിട്ട് മനുഷ്യരിൽ എന്ത് തെളിയിക്കും? അജ്ഞാനം നശിപ്പിച്ചിട്ട് ജ്ഞാനത്തിൻ്റെ വെളിച്ചം തെളിയിപ്പിക്കും. അതുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ഇവൻ പരീക്ഷയ്ക്ക് പാസ്സാകുമോ എന്നെല്ലാം ചോദിച്ചിട്ട് വരുന്നത്. കാരണം പാസ്സാണോ വേണ്ടി എന്നുള്ളത് വ്യക്തികളുടെ ബുദ്ധിശക്തി, അവരുടെ ജ്ഞാനം അജ്ഞാനം നശിപ്പിച്ചിട്ട് നല്ല ബുദ്ധിമാന്മാരാക്കി മാറ്റുന്നതിൽ ഈ സൗരയൂഥ സിസ്റ്റത്തിന് വലിയ പങ്കുണ്ട്. അങ്ങയുടെ മഹത്വം വളരെ വലുതും അങ്ങ് കാര്യകാരണരൂപവുമായി എല്ലാ കാര്യത്തിൻ്റെയും കാരണം ആ ശക്തിവിശേഷമാണ്, സൗരയൂഥ സിസ്റ്റമാണ്, ആ കാലമാണ്, കാലചക്രമാണ്. അതിലൂടെ ഈ വിശ്വം അങ്ങയാൽ പ്രകാശിക്കുന്നു. ഈ വിശ്വത്തിലെ എല്ലാ കർമ്മങ്ങളും പ്രകാശിക്കുന്നത് അങ്ങയുടെ കാലചക്രത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. എട്ടില്, ഒരുവനാലും ജയിക്കാൻ കഴിയാത്ത, ആർക്കും ആ കാലചക്രത്തെ ജയിക്കാനാവില്ല. അതുകൊണ്ടാണ് കാലമാണ് എല്ലാത്തിനും ഉത്തരം നൽകുന്നത്. കാലചക്രത്തെ ജയിക്കാൻ ഒരൊറ്റയാലോ ആളും ഈ ലോകത്തിലില്ല. നെപ്പോളിയനും എല്ലാം ഞാനാണ് എല്ലാം എന്ന് വെച്ചിട്ട് എന്ത് പറ്റി? തകർന്നടിഞ്ഞു വീണുപോയി. കാലചക്രം മുന്നോട്ടേക്ക് പോകുമ്പോൾ എത്ര വലിയ അഹങ്കാരികളായാലും ഞാനാണ് ഇനിയുള്ള കാര്യം, എന്നെ മറികടക്കാൻ ആർക്കും പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കാലം അവരിലെടുത്ത് ചുടുവിൽ എടുത്ത് ദൂരക്കളയും. അപ്പോൾ ആരാലും ജയിക്കാൻ കഴിയാത്തവനാണ് കാലചക്രം. അങ്ങേ ശ്രീഹരി എപ്പോഴെല്ലാം അങ്ങേ ശ്രീഹരി എപ്പോഴെല്ലാം വിട്ടയക്കുന്നുവോ, അതായത് സുദർശന ചക്രത്തെ വിട്ടയക്കുക, കാലത്തെ പറഞ്ഞു വിടുക. ആരാണ് ഈ കാലത്തിൻ്റെ പ്രവർത്തനം തീരുമാനിച്ചിരിക്കുന്നത്? ആ പരമമായ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തിവിശേഷം. ആ ശക്തിവിശേഷത്തിനൊരു സുന്ദരമായ ലോകമുണ്ടാക്കണമെന്നുണ്ട്. എങ്ങനെ പോകണമെന്ന് തീരുമാനിച്ച പ്ലാൻ അനുസരിച്ചിട്ടാണ്, ഗ്രഹങ്ങളുടെ ചലനമനുസരിച്ചിട്ടാണ് എല്ലാം മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പം വിട്ടയക്കുന്നത് ഏതെങ്കിലും അധർമ്മികൾ അസുരന്മാരെ തലപൊക്കുമ്പോൾ ഇന്ന സമയത്ത് അവനെ കൊല്ലണമെന്ന് ആ കാലചക്രത്തിൽ, ആ ജാതകത്തിൽ, അവൻ്റെ ജാതകത്തിൽ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിട്ടയക്കുമ്പോൾ ആ സമയത്തുമ്പോഴേക്ക് ദൈത്യന്മാരുടെ സേനാവ്യൂഹത്തിലേക്ക് കടന്നു ചെന്ന് അവൻ്റെ കൈയും കാലും തുടയും എല്ലാം, വയറുമെല്ലാം കഴുത്തും എല്ലാം അറുത്ത് സകലാങ്കണത്തിൽ ആ കുരുക്ഷേത്രത്തിൽ, ആ യുദ്ധഭൂമിയിൽ പരിശോഭിക്കുന്നു. അപ്പോൾ സുദർശന ചക്രം, കാലമാകുന്ന ചക്രം എത്തുമ്പോൾ
എല്ലാ അസുരന്മാരും രണാങ്കണത്തിൽ തലയും കാലും വയറും എല്ലാം പൊട്ടിക്കൊണ്ട് ചിന്നിച്ചിതറിക്കിടക്കും. നമ്മൾ 2 ലോകമഹായുദ്ധങ്ങൾ കണ്ടു. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം. ഇനി നടക്കാൻ പോകുന്നത് 3-ാം ലോകമഹായുദ്ധം, മഹാഭാരത യുദ്ധം. അതിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മഹാഭാരത കഥകൾ വിസ്തരിച്ച് തന്നിട്ടുണ്ട്. കാലം തന്നെയാണ്, കാലചക്രമാണ് അതിലേക്ക് നയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രമണാങ്കണത്തിൽ എന്തു പറ്റും? അസുരന്മാരായ അധർമ്മികളുടെ എല്ലാം തലയും ശരസ്സും ഉടലുമെല്ലാം നിരന്ന് കിടക്കും. എന്നിട്ട് ആ കാലം ആ സമരാങ്കണത്തിൽ പരിശോഭിക്കും. നമ്മളിത് കാണാൻ പോവുകയാണ്. നമ്മളൊരു 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ നടുവിലാണ്. അതാണ് ഏറ്റവും വലിയ യുദ്ധം. ആ രണഭൂമിയിൽ, ആ കുരുക്ഷേത്രത്തിൽ നമ്മളിതെല്ലാം കുറച്ചായിട്ട് ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര പേരാണ് മരിച്ചു വീഴുന്നത്? നമുക്കിവിടെ നിന്നൊക്കെ ഒന്നും അറിയുന്നില്ല എന്നേ ഉള്ളൂ. ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. കാലമാണ് നയിക്കുന്നത്. നമ്മളെന്ത് വിചാരിക്കുന്നു? രാഷ്ട്രങ്ങൾ തമ്മിലാണ് നയിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലൊന്നുമല്ല, കാലമാണ് നയിക്കുന്നത്. കാലം ഒരു തീക്ക് എത്തിക്കൊണ്ടുപോകാൻ പോകുന്നുണ്ട്. അത് അവിടെ എത്തുക തന്നെ ചെയ്യും, വസുദേവ കുടുംബത്തിലേക്ക്. 9 ലോകരക്ഷകനായ അങ്ങ് ദുഷ്ടന്മാരെ പ്രഹരിക്കുവാനായി മാത്രം അപ്പം ലോകരക്ഷകനായ അങ്ങേ, ഏതാണ് ലോകരക്ഷകനായ അങ്ങേ? ഈ കാലചക്രത്തെ, ലോകരക്ഷകനായ അങ്ങയെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനായി മാത്രം ശ്രീഹരി സങ്കല്പിക്കപ്പെട്ടു. ശ്രീഹരി ആദ്യം പ്രപഞ്ചമുണ്ടാക്കുമ്പോൾ തന്നെ അതിനൊരു സങ്കല്പമുണ്ട്. ഒരു സുന്ദരമായ ലോകമുണ്ടാക്കണം. ആ ലോകത്തിലേക്ക് അത് പ്രയാണം ചെയ്യുമ്പോൾ അധർമ്മികളായവർ, സ്വാർത്ഥമതികളായവർ ആ പ്രയാണത്തെ തടുക്കും. ആ തടുക്കുമ്പോൾ അവരെയെല്ലാം പ്രഹരിക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ കാലചക്രം ശ്രീഹരി സങ്കല്പിച്ചുണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ ഈ ബ്രാഹ്മണന് അങ്ങ് അഭയം അരുളിയാൽ, അതുകൊണ്ട് ഇദ്ദേഹം ആര്? അംബരീഷൻ ഈ ബ്രാഹ്മണനോട്, ബ്രാഹ്മണന്, ഏതാണ് ബ്രാഹ്മണൻ? ദുർവാസസിനെ അഭയം അരുളിയാലും, കാരണം ഇത് ഞങ്ങൾക്ക് അനുഗ്രഹമാകും. അദ്ദേഹത്തിന് അഭയം നൽകിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കും കൂടി അഭയമാകും. കാരണം ദുർവാസാവ് അങ്ങനെ മോശം വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തെ ഒരു അതിഥിയെ സ്വീകരിച്ചിട്ട്, കാരണം അത് ഇദ്ദേഹത്തിനും അറിയുന്ന കാര്യമാണ്. ഒരു അതിഥി ഉണ്ടാകുമ്പം അദ്ദേഹത്തിനെ സ്വീകരിച്ചിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. വെള്ളത്തെ ഭക്ഷണമായി എടുക്കാമെന്നും ഭേദം പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തെ ഭക്ഷണമായി എടുക്കാൻ പാടില്ല, എടുക്കേണ്ട ആവശ്യമില്ല എന്നും അങ്ങനെയെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ നോക്കിയാൽ അദ്ദേഹം ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാതെ അദ്ദേഹം പുരോഗതിക്ക് എതിരൊന്നുമല്ല. ലോകം പുരോഗമിച്ച് പോകുന്നതിനൊന്നും ഈ ദുർവാസസ് എതിരൊന്നുമല്ല. അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ചെറിയ പിഴവ് പറ്റിപ്പോയി. അതുകൊണ്ട് അദ്ദേഹത്തെ എന്ത് വേണം അങ്ങോട്ട് ശിക്ഷിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അങ്ങനെ വിട്ടയച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കും അനുഗ്രഹമാകും. 10 എന്നിട്ട് 10 പറയാണ്, ദാനം നൽകുന്നതിലോ യാഗാദി കർമ്മങ്ങൾ നടത്തുന്നതിലോ സ്വധർമ്മം നടത്തിയതിലോ
വഴി പോലെ നിറവേറ്റപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇവിടെ ചെയ്തതെല്ലാം വഴി പോലെയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ബ്രാഹ്മണരെ ദൈവമായി കാണണമെന്നത് സത്യമാണെങ്കിൽ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം, ആ പൂർണ്ണമായ ജ്ഞാനം നേടുകയാണ്. ജ്ഞാനം തന്നെയാണ് ഈശ്വരൻ, സയൻസ് തന്നെയാണ് ഈശ്വരൻ. സയൻസിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ശാസ്ത്രമാണ്, സയൻസാണ്. അപ്പം ഈശ്വരൻ സയൻസ് തന്നെയാണ്, ശാസ്ത്രമാണ്. അത് മനസ്സിലാക്കിയവനാണ് ബ്രാഹ്മണൻ. അപ്പം ബ്രാഹ്മണൻ ആര് തന്നെയാണ്? ഈശ്വരനാണ് ദൈവമായി കരുതുന്നുവെങ്കിൽ ഈ ബ്രാഹ്മണൻ ക്ലേശരഹിതനായിരിക്കട്ടെ. അപ്പം അത് സത്യമാണെങ്കിൽ ഈ ബ്രാഹ്മണൻ എന്താണ്? ബ്രാഹ്മണൻ ഈശ്വരൻ, ഇദ്ദേഹം ബ്രാഹ്മണനാണെങ്കിൽ ഈശ്വരൻ അദ്ദേഹം ക്ലേശരഹിതനായിട്ട് ഇരിക്കണം. സകല സൃഷ്ടികളിലും 11 അന്തരാമിയായി സ്ഥിതി ചെയ്യുന്ന സകല പ്രകൃതി കാര്യങ്ങൾക്കും ആശ്രയഭൂതനായ കേവല ആത്മാവായി വർത്തിക്കുന്ന ഈശ്വരൻ എന്നിൽ പ്രീതിയുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണനെ ക്ലേശരഹിതനാക്കണം. സകല സകല സൃഷ്ടികളിലും അന്തരാമിയായി സ്ഥിതി ചെയ്യുന്ന, അപ്പോൾ ഈ ബ്രാഹ്മണനായാലും ഞാനായാലും എല്ലാമായാലും അതിൽ അന്തരാമിയായിരിക്കുന്ന ആര് തന്നെയാണ്? ഈ ഈ ശക്തിയാകുന്നു. സുദർശന ചക്രം തന്നെയാണ് ഇതെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. സകല പ്രകൃതി കാര്യങ്ങൾക്കും അഭയഭൂതനായ, എല്ലാറ്റിനും അഭയമായി നിൽക്കേണ്ടവനാണ് ഈ ശക്തി വിശേഷം, അതായത് ഈശ്വരൻ. ഈശ്വരനെ ഏതിലൂടെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ഈ സുദർശന ചക്രത്തിലൂടെ. സുദർശന ചക്രം തന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നിൽ പ്രീതിയുണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റും. ഈ ബ്രാഹ്മണൻ ക്ലേശരഹിതനായി ഭവിക്കണം. 12 ഈ വിധം സ്തുതിച്ചപ്പോൾ, ഈ വിധം ആര് സ്തുതിച്ചപ്പം? അംബരീഷൻ സ്തുതിച്ചപ്പോൾ സുദർശന ചക്രം ചുട്ടെരിഞ്ഞ അവസ്ഥയിൽ നിന്നും ശമിച്ചു. അപ്പോൾ ആ സുദർശന ചക്രം എന്തായി? ശാന്തമായി. അതുവരെ അങ്ങേരെ വേവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി 13 പറയുകയാണ്, ചക്രത്തിൻ്റെ ചൂടിൽ നിന്നും മോചിതനായ ദുർവാസസ് അനന്തരം ആ രാജർഷിയെ അല്ലെങ്കിൽ ആ രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. ഇദ്ദേഹം രാജാവാണല്ലോ. ആ രാജാവിനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. അത്ഭുതം 14 പറയുകയാണ്, അത്ഭുതം. എന്തത്ഭുതം? വിഷ്ണു ഭക്തരുടെ മഹത്വം ഞാനിന്ന് മനസ്സിലാക്കി. ആ ഈശ്വരൻ്റെ ഭക്തർ എന്ന് പറഞ്ഞാൽ സന്യാസിയാണെന്നൊന്നുമില്ല. എല്ലാം ആ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവൻ, നിസ്വാർത്ഥ കർമ്മം ചെയ്യുന്നവൻ്റെ മഹത്വം ഞാനിന്ന് മനസ്സിലാക്കി. അവൻ തന്നെയാണ് ഈശ്വരൻ. കാലം സൃഷ്ടിച്ച ആ കർമ്മം അതേപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഈശ്വരൻ തന്നെയാണ്. ഈശ്വരൻ എന്താണോ ചിന്തിച്ചത് അതാണ് അവൻ ചെയ്യുന്നത്. അപ്പം അവൻ ഈശ്വരൻ തന്നെയാണ്. അവൻ അങ്ങനെയുള്ള വ്യക്തികളുടെ മഹത്വം ഞാൻ മനസ്സിലാക്കി. കാരണം അങ്ങ് അപരാധം ചെയ്യുന്നവനായിട്ട് കൂടി ഭാവുകങ്ങളെ നേർന്നവനാണല്ലോ. ഞാൻ അപരാധം ചെയ്തിട്ട് കൂടിയും എനിക്ക് ഭാവുകം അങ്ങ് നേർന്നിരിക്കുകയാണ്. ഇനി 15 ഭക്തജന പരിപാലകനും എല്ലാ ഐശ്വര്യങ്ങളുടെയും പൂർണ്ണരൂപവും യാതൊരാളിൽ സ്വാധീനിക്കപ്പെട്ടുവോ. ഭക്തപരിപാലനം എല്ലാ ഐശ്വര്യങ്ങളുടെയും കേന്ദ്രവുമായ ആ ഒരു ശക്തിവിശേഷം യാതൊരാളെ സ്വാധീനിച്ചുവോ, അല്ലെ യാതൊരാൾ ചേർന്ന് നിൽക്കുന്നുവോ, ആ വ്യക്തിക്ക് ചെയ്യാൻ ആവാത്തതായിട്ടൊന്നുമില്ല.
അപ്പം ആ ശക്തിയോട് ചേർന്ന് നിൽക്കുന്നവന് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. പക്ഷെ അവനെന്തേ ചെയ്യുള്ളൂ? ആ ശക്തി എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ ചെയ്യുകയുള്ളൂ. അങ്ങേർക്ക് ത്യജിക്കുവാനായിട്ടും ഒന്നുമില്ല, ത്യജിക്കാനാവാത്തതായിട്ടും ഒന്നുമില്ല. എന്തും അദ്ദേഹം ത്യജിക്കും. അദ്ദേഹത്തിന് ഒന്നിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും വ്യക്തി ആ ശക്തിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രത്യേകത എന്തായിരിക്കും? ലോകത്തെ തന്നെ അദ്ദേഹം ത്യജിക്കും, എല്ലാത്തിനെയും ത്യജിക്കും. അതിനൊന്നും തന്നെ വേണ്ട. അതിന് ആ ശക്തിയായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ട് കർമ്മം ചെയ്ത് തീർക്കുക. ഇനി 16 യാതൊരുവന്റെ നാമങ്ങളുടെ ശ്രവണത്താൽ പാപമകലുന്നുവോ? യാതൊരുവന്റെ നാമങ്ങൾ ശ്രവിച്ചാൽ തന്നെ പാപമകലും. ആരാണ്? ആ വിഷ്ണുവിൻ്റെ ഇവിടെ സുദർശന ചക്രത്തെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ വിഷ്ണു തന്നെ ശ്രീഹരി തന്നെയാണത്. ആ ഭഗവാന്റെ ദാസന്മാർക്ക്, ആ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് പിന്നെ എന്താണ് ബാക്കി നിൽക്കുന്നത്? ഒന്നും തന്നെ ഈ ലോകത്തിൽ ബാക്കിയായിട്ടില്ല. അദ്ദേഹം എല്ലാം തികഞ്ഞവനാണ്. അവൻ ആ ഈശ്വരന് സമാനമാണ്. ഇനി 17 പറയുന്നു, അങ്ങനെ കാരുണ്യവാനായ അങ്ങയാൽ ഞാൻ അനുഗ്രഹീതനായി. അങ്ങയാലാണ് ഞാൻ അനുഗ്രഹീതനായി. കാരണം എന്താണ്? ഞാൻ അപരാധം ചെയ്തവനാണെങ്കിലും അങ്ങത് പുറത്ത് എൻ്റെ ജീവനെ രക്ഷിച്ചുവല്ലോ. ഞാൻ അപരാധം ചെയ്തവായിട്ട് കൂടി എന്നെ ആ അപരാധം പുറത്തിട്ട് എന്നെ അങ്ങ് രക്ഷിച്ചു. അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ മുനിയുടെ തിരിച്ചുവരവിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്ന അംബരീക്ഷ മഹാരാജാവ് മുനിയുടെ തിരിച്ചുവരവിൽ പ്രതീക്ഷിച്ചുകൊണ്ട്, മുനി ഈ ചക്രത്തിൻ്റെ പിന്നാലെ ഓടുകയായിരുന്നല്ലോ, ലോകം മുഴുവൻ കറങ്ങിയിട്ടാണ് വന്നത്. പക്ഷേ അദ്ദേഹം ഭക്ഷണം കഴിക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഇദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പാടില്ല. കാരണം അതിഥീനെ സൽക്കരിച്ചിട്ടേ വെള്ളം കുടിച്ചിട്ട് മറ്റേ ചടങ്ങൊന്ന് തീർത്തതാണ്. അദ്ദേഹം എന്ത് ചെയ്ത് ഇങ്ങേര് ചക്രം ഇങ്ങേരെ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങേരെ ഓടുകയും ചക്രം പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയും ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി, വിഷ്ണുവിൻ്റെ അടുത്ത് പോയി, എല്ലായിടത്തും പോയി, ശിവൻ്റെ അടുത്തെല്ലാം പോയി കറങ്ങി തിരിച്ചിട്ടാണ് ഇവിടെ വരുന്നത് വരെ. അങ്ങേര് വരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ഇദ്ദേഹം വന്നിരിക്കുകയായിരുന്നു. ഇദ്ദേഹത്തെ ഭക്ഷണം കൊടുത്തിട്ട് അതിന് ശേഷമാണ് ഇങ്ങേർക്ക് കഴിക്കാൻ. അപ്പം മുനിയുടെ തിരിച്ചു വരൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്ന അംബരീഷ മഹാരാജാവ് മുനിയുടെ പാദങ്ങളെ പിടിച്ചു വണങ്ങി, അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ചു വണങ്ങിയിട്ട് പ്രസാദിപ്പിച്ചിട്ട് അദ്ദേഹത്തെ സാദരം ഭുജിക്കാൻ ക്ഷണിച്ചു, ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. എന്നിട്ട് 19 ആ മുനി ആദരപൂർവം ആനയിക്കപ്പെട്ടു. ഇഷ്ടത്തിനൊത്ത വിധം അതിഥി സൽക്കരണം എല്ലാം ചെയ്തു. അദ്ദേഹത്തെ ശരിക്ക് ആ മുനിയെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെ ആ അതിഥിയെ സൽക്കാരം അനുഭവിപ്പിച്ച് സംതൃപ്തനാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തി. കാരണം അതിഥി വന്നു കഴിഞ്ഞാൽ അങ്ങേര് പൂർണ്ണ തൃപ്തിയോടുകൂടി പോകണം. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചിരുത്തി എല്ലാത്തരം സൽക്കാരങ്ങളും, ഭക്ഷണം എന്താവേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം ആദരവോടെ, അങ്ങനെ സംതൃപ്തചിത്തനായ അദ്ദേഹം നല്ല സംതൃപ്തിയോടുകൂടിയായി. എന്നിട്ടോ ആദരവോടെ രാജാവിനോട് പറഞ്ഞു, ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെ. അപ്പോൾ ക്ഷണിക്കുകയാണ് ചെയ്തത്, ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? ആ രാജാവിനോട് പറഞ്ഞു, ശരി ഭക്ഷണം കഴിക്കാം. അദ്ദേഹവും ഭക്ഷണം കഴിക്കാൻ തയ്യാറായി. എന്നിട്ടോ 20 ഭഗവത് ഭക്തനായ അങ്ങയുടെ ദർശനം
സ്പർശനം, സംഭാഷണം. അപ്പോൾ അദ്ദേഹം ഈ രാജാവിനെ പറ്റി പറയുകയാണ്, ഭഗവത് ഭക്തനായ അങ്ങയുടെ ദർശനം, ഭഗവത് ഭക്തനായ അങ്ങയുടെ ദർശനം എനിക്ക് കിട്ടി, സ്പർശനം എനിക്ക് കിട്ടി, അദ്ദേഹയുടെ സംഭാഷണം എന്നിവയും അതിഥി സൽക്കാര മര്യാദകളും എല്ലാം എന്നെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. അങ്ങയുടെ സംഭാഷണവും എല്ലാം ആ സ്വീകരണവും എല്ലാം എന്നെ സംതൃപ്തനാക്കിയിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്നു. അതുകൊണ്ട് ഞാനും അനുഗ്രഹിക്കപ്പെട്ടവനായി. ഇനി 22 അങ്ങയുടെ നിർമ്മലമായ പ്രവൃത്തിയെ സ്വർഗത്തിലെ സ്ത്രീകൾ തുടരെ പാടിപ്പുകഴ്ത്തും. അദ്ദേഹം പറയുകയാണ്, അങ്ങയുടെ ഈ മഹത്തരമായ ഈ കർമ്മത്തെ സ്വർഗത്തിലെ സ്ത്രീകൾ പോലും പാടി പുകഴ്ത്തും. ഈ ഭൂമിയിലെ എല്ലാവരും, പണ്ഡിതരും എല്ലാം അങ്ങയുടെ കീർത്തിയെ വർണ്ണിക്കും. സ്വർഗത്തിലുള്ളവർ മാത്രമല്ല, ഈ ഭൂമിയിലുള്ളവരും അങ്ങയുടെ കീർത്തിയെ വർണ്ണിക്കും. ശുഗൻ സന്തുഷ്ടനായ ദുർവാസസ്സു മുനി ആ പേരാണ്. സന്തുഷ്ടനായ ദുർവാസസ്സു മുനി ഇപ്രകാരം രാജാവിനെ പ്രകീർത്തിച്ച് ശുഗം പറയുകയാണ്, യാത്ര പറഞ്ഞയച്ച ശേഷം അദ്ദേഹം എന്തായി? ആകാശമാർഗത്തിലൂടെ സ്വർഗലോകത്തിലേക്ക് പോയി. ആകാശമാർഗത്തിലൂടെയാണ് സ്വർഗത്തിലേക്ക് ആര് പോയ? ദുർവാസാവ് മഹർഷി. ഇനി 23 പണ്ട് പോയി തിരിച്ചു വന്നത് 1 വർഷം കഴിഞ്ഞാണ്. അതുവരെ രാജാവ് അദ്ദേഹത്തെ കാണുവാനുള്ള ആകാംക്ഷയോടെ ജലം മാത്രം കഴിച്ച് ഇരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഈ കറങ്ങിത്തിരിഞ്ഞെല്ലാം വരുമ്പോഴേക്ക് 1 വർഷം എടുത്തിരുന്നു. അദ്ദേഹത്തെ കാത്തിരുന്ന് ജലം മാത്രം കഴിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി കാത്തിരുന്നത് എന്ന് പറയുകയാണ്. 24 ദുർവാസാവ് മഹർഷി പോയതിൽ പിന്നെ ആ അംബരീഷൻ ആ ആചാര അവശിഷ്ടങ്ങൾ, ആ നടത്തിയ യാഗത്തിലെ അവശിഷ്ടങ്ങൾ ശുദ്ധമായ നിലയിൽ ഭക്ഷിച്ചു. കാരണം ഇത്രയും പഴകിയിട്ടുണ്ടെങ്കിലും ആ യാഗം നടത്തിയ ഭക്ഷണമാണല്ലോ, അത് ശുദ്ധമാണല്ലോ. അതുകൊണ്ട് എന്നിട്ട് ആണ് ഇദ്ദേഹം പോയതിൻ്റെ ശേഷമാണ് ആ ശേഷിച്ച ഭക്ഷണം അദ്ദേഹം കഴിച്ചത്. അത് ശുദ്ധമായിട്ട്, ഇത്ര പഴകിയായാലും അത് ശുദ്ധമായിട്ട് തന്നെ അദ്ദേഹം ഭക്ഷിച്ചു. കാരണം ഭക്ഷിക്കാതെ ഇരിക്കാൻ പാടില്ല. ഋഷിയുടെ പ്രാണസങ്കടത്തെയും അതുമൂലമുണ്ടായ മനോവിഷമത്തെയും അതിനായി പ്രയോജനപ്പെട്ട തൻ്റെ ശക്തിയും പരമപുരുഷൻ്റെ അനുഭവമാണെന്ന് അദ്ദേഹം കരുതി. ഈ സംഭവം, ഈ യാഗം നടത്തിയപ്പോൾ അതിലൂടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഋഷിയുടെ പ്രാണസങ്കടം കാണേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നിന്നുണ്ടായ വിഷമങ്ങളെല്ലാം അദ്ദേഹം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നല്ല നിലയിൽ നടത്തിയിട്ട് ഒരു യാഗത്തിൽ ഇങ്ങനെയെല്ലാം ഈ അത്രയും വലിയൊരു മുനിക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചാൽ അങ്ങേർക്ക് എങ്ങനെയോ ഒന്ന് സമാധാനിക്കണ്ടേ? എങ്ങനെയാണ് സമാധാനിച്ചത്? അത് ആ പരമപുരുഷൻ്റെ അനുഭവമാണെന്ന് കരുതി. പരമപുരുഷൻ തീരുമാനിക്കുന്ന മാതിരിയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ പിന്നെ നമുക്ക് അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അതുമാതിരിയാണ് ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഇദ്ദേഹം ഏറ്റെടുക്കേണ്ടി വന്നില്ല. കാരണം എല്ലാം അദ്ദേഹം ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കുറ്റമൊന്നും നമ്മളിൽ വരുന്നില്ല. നമ്മൾ ചെയ്യുന്നതെല്ലാം അദ്ദേഹത്തെ ചിന്തിച്ച് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. അദ്ദേഹത്തിന് തെറ്റൊന്നും വരില്ല. അപ്പം ചെയ്യുന്നതെല്ലാം അത് വിധിയാണ്. ആ തരത്തിൽ അദ്ദേഹം അതിനെ കണ്ടു. ഇനി 25
ഈ തരവിധ ഭക്തിയാൽ പരമാത്മാവും ബ്രഹ്മവും വാസുദേവനുമായ ശ്രീഹരിയെ, ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ ശ്രീഹരി എന്ന് പറയുന്നത് വിഷ്ണുവല്ല. ഇതുവരെ പറഞ്ഞതിനെ നമ്മൾ വിഷ്ണുവായിട്ട് തെറ്റിദ്ധരിച്ചു പോകരുത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഈ ഭക്തിയാൽ പരമാത്മാവും ബ്രഹ്മവും വാസുദേവനുമായ ശ്രീഹരി. ഇപ്പൊ ഇവിടെ എന്തെല്ലാം വാസുദേവനോ ശ്രീഹരി എന്നോ അല്ലെങ്കിൽ വിഷ്ണു എന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏതാണ്? ആ പരമാത്മാവാണ്, ആ ബ്രഹ്മമാണ്. അത് തന്നെയാണ് വാസുദേവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാസുദേവൻ, അത് തന്നെയാണ് ശ്രീഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശ്രീഹരി. അപ്പം ഈ വിധത്തിലുള്ള ഭക്തിയാലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ദ്വാദശാവ്രതം അനുഷ്ഠിച്ചത്. ഏത് നിലയിൽ കണ്ടുകൊണ്ട്? എല്ലാം ആ പരമാത്മാവിനുമായി, അതായത് ബ്രഹ്മത്തിനായി അഥവാ വാസുദേവനായി, ആ ശ്രീഹരിക്കായി കൊണ്ടാണ് ഭക്തി ഉറപ്പിച്ച്, അതിൽ ഭക്തി ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ആ ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് പറയുകയാണ്, ബ്രഹ്മപദം പോലുള്ള ഭോഗങ്ങളെപ്പോലും നരകതുല്യമായി അദ്ദേഹം കണ്ടു. ബ്രഹ്മപദം നേടാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ല. എന്താണ് ബ്രഹ്മപദം നേടൽ? സന്യാസിയാവുക. സന്യാസികളാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിനായിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. പക്ഷെ ഇദ്ദേഹം എന്താണ്? കർമ്മമാർഗമാണ്. രാജാവായി ഇരുന്നുകൊണ്ട് അദ്ദേഹം രാജാവ് ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്യുകയാണ് ചെയ്തത്. ആർക്ക് വേണ്ടി? ശ്രീഹരിക്ക് വേണ്ടി എന്ന നിലയിൽ അദ്ദേഹം കർമ്മം ചെയ്തു. അങ്ങേർക്ക് ബ്രഹ്മസാക്ഷാത്കാരവും വേണ്ട, ഒരു ചുക്കവും വേണ്ട, സന്യാസിയാണ്ട, ബ്രഹ്മ സാക്ഷാത്കാരം ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. അദ്ദേഹം കർമ്മം മാത്രം, നിസ്വാർത്ഥകമായ കർമ്മം രാജാവെന്ന നിലയിൽ ചെയ്തു തീർത്തു. ഇതാണ് നമുക്ക് വിധിച്ചിട്ടുള്ള മാർഗം. സന്യാസം നമുക്ക് വിധിച്ചതല്ല. നമുക്ക് സന്യാസം വേണ്ടിക്കൽ ഈ ലോകത്തെ എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട്, കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭ്രാന്തനെ പോലെ ഏകാഗിയായിട്ട് പോകണം. ബ്രഹ്മമേ ശരണം എന്ന് വെച്ച് നമുക്കെല്ലാം കർമ്മം ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ചെയ്യേണ്ട കർമ്മം, രാജാവായിക്കോട്ടെ പിച്ചക്കാരനായിക്കോട്ടെ എന്തായാലും ആ കർമ്മം അതിനായിക്കൊണ്ട് എന്ന നിലയിൽ ചെയ്തുകൊണ്ട് പോവുക. നമുക്ക് ബ്രഹ്മസാക്ഷാത്കാരവും വേണ്ട, ഒരു ചുക്കും വേണ്ട. ഇതാണ് നമുക്ക് മനുഷ്യർക്ക് വിധിച്ച മാർഗം. ഇനി 27 അല്ല 26 പിന്നെ അദ്ദേഹം തനിക്കൊത്ത സ്വഭാവമുള്ള പുത്രന്മാരെ ഭരണമേൽപ്പിച്ചുകൊണ്ട് എന്തു ചെയ്തു? ശ്രീ വാസുദേവനിൽ മനസ്സർപ്പിച്ചുകൊണ്ട് തപോവനത്തിലേക്ക് പോയി. ഒരു വ്യക്തി പിന്നെ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. നമ്മൾ മക്കൾ വലുതായി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം മക്കളെ ഏൽപ്പിച്ചിട്ട് തപോവനത്തിലേക്ക് പോയിക്കൊള്ളുക. ഇതാണ്. പിന്നെ അതിലൊന്നും തലയിടരുത്. മക്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പുതിയ യുഗമാണ്. അവരുടെ യുഗത്തിലൊന്നും നമ്മൾ കയറി തലയിട്ടിട്ട് ഒരു നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മളെ യുഗമല്ല, ലോകം പിന്നെ അങ്ങോട്ടേക്ക് പോയി. പിന്നെ കുട്ടികളെ യുഗമാണ്, വരുന്ന കുട്ടികൾക്കുള്ള കാലഘട്ടമാണ്. നമ്മൾ പഴഞ്ചനായിപ്പോയി. അപ്പോൾ അതിലൊന്നും കയറി നമ്മൾ ഇടപെടരുത്. നമ്മൾ മക്കളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യങ്ങളിലൊന്നും തലയിടരുത്. ഇതാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൻ്റെ ധർമ്മം. അതാണ് ഈ അധ്യായത്തിലൂടെ പറഞ്ഞു തരുന്നത്. എന്നിട്ട് 27 പറയാണ്, അംബരീഷൻ എന്ന മഹാരാജാവിൻ്റെ ഇപ്രകാരമുള്ള പാവനമായ ചരിത്രത്തെ സങ്കീർത്തനം ചെയ്യുക വഴി ഭഗവാന്റെ ഭക്തനായി ഭവിക്കും. അങ്ങനെ ആര് ഈ വഴിയിൽ കൂടി കർമ്മങ്ങൾ ചെയ്യുന്നു അവരെന്തായി മാറും? ബ്രഹ്മസാക്ഷാത്കാരം നേടുകയല്ല, ഭഗവന്റെ ഭക്തനായിത്തീരും. രണ്ടും പ്രത്യേക വ്യത്യാസം മനസ്സിലാക്കണം. ബ്രഹ്മസാക്ഷാത്കാരം വേറെ, നമുക്ക് വിധിച്ചത്, നമ്മളെ സൃഷ്ടിച്ചത് കർമ്മം ചെയ്യാനാണ്. കർമ്മം അതിനായിട്ട് അങ്ങ് ചെയ്തു കൊടുത്തേക്കുക.
മക്കൾ വലുതാകുമ്പോൾ മക്കളെ ഏൽപ്പിച്ചിട്ട് പോയിക്കൊള്ളുക. അടുത്ത ജന്മത്തിലും ജനിക്കും, ഇത് തന്നെ ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയിക്കുക. അല്ലാതെ ബ്രഹ്മസാക്ഷാത്കാരം അല്ല. അതാണ് അർജുനനോടും പറഞ്ഞത്. നീ നിന്റെ കർമ്മം ചെയ്യുക, നിസ്വാർത്ഥമായ കർമ്മം ചെയ്യുക, പ്രതിഫലത്തെപ്പറ്റി ചിന്തിക്കരുത്. ഇതാണ് നമ്മളെന്ന് പറയുന്ന ഭൗതികവാദികൾക്ക് വിധിച്ച കാര്യം. ഇതിൽ ആത്മീയ ഒന്നും തന്നെയില്ല. കർമ്മം ചെയ്യുക, ലോക പുരോഗതിക്കായി ചെയ്യുക, കാലത്തിനൊത്ത് മുന്നോട്ടേക്ക് ലോകത്തെ നയിച്ചു കൊണ്ടുപോകുക. കാലത്തെ പിന്തിരിക്കാൻ ശ്രമിച്ച കാലമെടുത്ത് ദൂരെ കളയും.